പ്രകാശമേ മിഴി തുറക്കുക വേഗം. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ അനുഭവിക്കാൻ പോകുന്ന പീഡാസഹനങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ ഇത് കർത്താവേ, നിനക്കിതൊന്നും വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവനെ പിന്തിരിപ്പിക്കുമ്പോൾ പത്രോസിന്റെ ചിന്തകൾ ദൈവികമല്ല എന്ന് ഈശോ പറയുന്നുണ്ട്. അതായത് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ഒരു വ്യക്തി കുരിശെടുക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. കർത്താവ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി കുരിശെടുക്കാൻ വേണ്ടി ഒരുങ്ങുവാണ്. ജീവിതത്തിൽ, അനുദിന ജീവിതത്തിലെ കുരിശുകൾ എടുക്കുവാൻ വിമുഖത കാണിക്കുന്ന നമ്മൾ കർത്താവിനെ അനുധാവനം ചെയ്യണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ചിലപ്പോഴെങ്കിലും കുരിശിന്റെ വാഹകരായി തീരണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. കുരിശ് എടുക്കുവാനുള്ള തൻ്റെ ശിഷ്യന്മാരുടെ വിമുഖതയെ തിരുത്തുന്ന കർത്താവ്, ക്രിസ്തുവിന്റെ സ്നേഹിതൻ കുരിശിന്റെ വാഹകനാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ അനുദിന ജീവിതത്തിൽ രോഗങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ, ചിലപ്പോൾ തെറ്റ് ചെയ്യാതെ പല വിമർശനങ്ങൾ കേൾക്കപ്പെടേണ്ടി വരുമ്പോൾ, ഇവിടെയൊക്കെ കർത്താവിൻ്റെ കുരിശിന്റെ വാഹകരാണ് നാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ സ്വീകരിക്കുവാനുള്ള മനസ്സും ആത്മധൈര്യവും നമുക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക